ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് വിപിൻ കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ണി മുകുന്ദനെതിരെ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. പക്ഷെ ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇടി കിട്ടിയിട്ടില്ല. ഉറക്കം വരുന്നു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. ഇവൻ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ണി മുകുന്ദൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാര്യം ഈ വിപിൻ കുമാർ എന്ന് പറയുന്നവൻ ഇവൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പരാതിയിൽ എഴുതി പിടിപ്പിച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണ് എന്ന് ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ സത്യം കാലം തെളിയിച്ചു. സ്നേഹപ്പാരകളായ എന്റെ നാട്ടുകാരെ, ഈ വിശാലാക്ഷൻ നിരപരാധിയാണെന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. ഇവൻ ഈ നരിവേട്ടയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവൻ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ്. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം, ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. എന്റെ സ്വഭാവം നിനക്കറിയാലോ. അപ്പൊ മനഃപൂർവ്വം ഈ നരിവേട്ടയകത്ത് കുത്തി കയറ്റിയിട്ട് ടൊവിനോയും ഉണ്ണി മുകുന്ദനും തമ്മിലൊരു ക്ലാഷ് ഉണ്ട് എന്നുള്ള തരത്തിൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ. ഞങ്ങളുണ്ട്. പോലീസുകാർ ഈ CCTV ഫുട്ടേജ് പൊക്കിയിട്ടുണ്ട്. പോലീസുകാർ ഇത് പരിശോധിച്ച സമയത്ത് അങ്ങനെ ഒരു അടി അവിടെ നടന്നിട്ടില്ല. പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. CCTV ഫുട്ടേജിൽ അങ്ങനെ ഒരു അടി നടക്കുന്ന രംഗമില്ല. ഇവന്റെ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.